ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമുക്കില്ലേ ഇന്ന് കല്യാണ വീട്ടിലൊക്കെ പോയാൽ കല്യാണ തലേന്ന് പോയാൽ ഒരു ഗീ റൈസ് കിട്ടൂലേ, അതിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് അടിപൊളി ഒരു ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ക്യാരറ്റ്, അതുപോലെ ഒരു ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. അപ്പം തീ ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. ജസ്റ്റ് ഒന്ന് ആയി വന്നാൽ ഇതിലേക്ക് മുന്തിരിയും കൂടി ആഡാക്കി കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. കരിയണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി എന്താ ചെയ്യുക, ഇതേപോലെ ഫ്രൈ ആയാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. സെയിം പാനിൽ തന്നെ നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കഴുകി ഊറ്റി വെച്ച അരിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. നല്ലോണം വറുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളെ ആ മണവും കോണമൊക്കെ കിട്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മൾ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തോളി. നിങ്ങൾ ഇതുവരെ ചേർത്തിട്ടില്ലെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്ക്, അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇതാ ചേർത്തതിന് ശേഷം മൂടി വെക്കുക. നല്ലപോലെ ഒന്ന് തുറന്നിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഒന്നുകൂടെ മൂടി വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിതാ തുറന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും, അതുപോലെ നമ്മൾ നെയ്ച്ചോറിൽ നെയ്യില്ലാണ്ട് നെയ്ച്ചോറാണ് അല്ലേ, കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് കട്ട പിടിച്ചുകൊണ്ടാണ് നമുക്ക് 1 ടീസ്പൂണായി തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പം 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച ആ ഒരു ഉള്ളീൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം തന്നെ നല്ലപോലെ സെറ്റായി ഉണ്ട്. എന്നാലും നമുക്ക് ഇതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ആവാനുണ്ട് കേട്ടോ. ബാക്കി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിൻ്റെ 10-15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക, കഴിക്കുക. ഇതിലെ അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഗരം മസാല ഇട്ടുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. കൂടുതൽ ഇടരുത്, ഒരു 1/4 ടീസ്പൂണിലും കുറവ് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ കൂടെ കറികളെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു പപ്പടം ഉണ്ടെങ്കിൽ, പപ്പടവും പരിപ്പുവരെയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.